ചിലപ്പോൾ ഓൾ സ്റ്റുഡൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി സേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആ സെയിം കോൺസെപ്റ്റ് വേറെ വിധത്തിൽ മനസ്സിലാക്കിപ്പിക്കണം. അതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് ഓഫ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ, ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ദർ ആർ 4 types of learning styles. അതിനെ വാർക്ക് എന്ന് പറയും നമ്മൾ. വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ് പറഞ്ഞാൽ ഓഡിയോ, പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ചിലർ എഴുതി പഠിക്കും അത്. പിന്നെ കെനസ്തെറ്റിക് പറഞ്ഞാൽ ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത്. എപ്പോഴാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ആ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഫ്രം ദ വൂം ടു ദ ടൂം എന്നാണ് നമ്മൾ പറയുക എഡ്യൂക്കേഷൻ, അല്ലേ? ഫോർ ദാറ്റ് വെരി സെയിം റീസൺ ദേ ആർ ഡൂയിങ് എ ബാഡ് ജോബ് എന്നുള്ളൊരു ഇതും അവിടെ ഒരു ജഡ്ജ്മെന്റും വരും. ആൻഡ് ദാറ്റ് വിൽ എഫക്ട് ദെയർ കരിയർ ഓൾസോ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് everybody's. That I was surprised. Students were so happy because we are giving them a second chance to succeed like every other student. Everyone should be given an opportunity. Adana ende suggestion. Everyone likes to succeed, right? Everyone wants to taste success. Adalle nammade oru outlook adannelle. നമ്മുടെ ഫീൽഡിൽ നമുക്ക് സക്സസ് ആവണം, നമുക്ക് എല്ലാവർക്കും താല്പര്യമില്ല. കാരണം അത് ആസ് എ ടീച്ചർ ഐ ഫീൽ ഇറ്റ്സ് our role to make them understand better if they don't understand. നമസ്കാരം. നമസ്കാരം നിതിൻ. എൻ്റെ ടീച്ചറാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ അവിചാരിതമായി ഉണ്ടായ ഒരു സംസാരം ആണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ബേസിക്കലി അന്ന് സംസാരിച്ചതിൽ വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നിയത്, ടീച്ചർ ചെയ്ത ഒരു PhD-യിലുള്ള തീസിസിൽ പറഞ്ഞ ഒരു ലൈൻ, ഒരു ടാഗ് ലൈൻ, ഗിവ് ദം അനദർ ചാൻസ്, ഗിവ് ദം എ സെക്കൻഡ് ചാൻസ് എന്നുള്ള ഒരു സംഭവം. ബേസിക്കലി അപ്പോൾ അതിൻ്റെ ഒരു പ്രിമൈസിലുള്ള ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ബേസിക്കലി എൻ്റെ ക്യൂരിയോസിറ്റി എന്നുള്ളതാണ് ഇതിലെ മേജർ ഫാക്ടർ. അപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചർ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് അന്ന് വരെ എനിക്ക് അറിയണ്ടായിരുന്നത്. പിന്നെയാണ് ടീച്ചർ ദുബായിൽ 825 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഹെഡ് റോളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ ദുബായിൽ എന്തൊക്കെയാണ് അവിടുത്തെ സെനാരിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ടീച്ചറുടെ ആ ഒരു എങ്ങനെ ആ PhD-യിലേക്ക് എത്തി, ഫ്രം ഫിസിക്സ് ടു PhD ഇൻ ദിസ് പാർട്ട്, ഈ എഡ്യൂക്കേഷനിലുള്ള ലേണിംഗ് സ്റ്റൈൽസും മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറയൂ, എങ്ങനെയാണ് അതിന്റെ? PhD എൻ്റെ ഒരു പാഷനാണ്. ടീച്ചിങ് ഈസ് മൈ പാഷൻ. അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിനെ കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വോണ്ടഡ് ടു ഡു സം റിസർച്ച്. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ കുറേ ഇങ്ങനെ വായനയടിയിൽ ഞാനൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി, മാസ്റ്ററി ലേണിംഗ് പറഞ്ഞിട്ട്. മാസ്റ്ററി ലേണിംഗ് അത് ബ്ലൂമിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു, ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത വേർഷൻ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരുന്നു, വിച്ച് വാസ് ഗിവൺ ബൈ പ്രൊഫസർ തോമസ് ആർ ഗസ്കി. സ്റ്റിൽ ലിവിംഗ് ആണ് പ്രൊഫസർ. സ്റ്റിൽ എനിക്ക് ഞാൻ ഈ റിസർച്ചിന് വേണ്ടിയിട്ട് പ്രൊഫസറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നിട്ട് യു എസിൽ. അപ്പോൾ ആ പ്രൊഫസർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കും ഞാൻ മേടിച്ച് അത് വായിച്ച് മനസ്സിലാക്കി ത്രൂ ഇമെയിൽ, ടെലിഫോൺ കോൺവെർസേഷൻ അല്ല, ത്രൂ ഇമെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ റിസർച്ച് തുടങ്ങിയത്. ആൻഡ് ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഹി ഗേവ് മീ. എന്താണ് അവരുടെ മനസ്സിലും ഇപ്പോൾ ഒരു ഓതറെ പറ്റി നമുക്ക് ബുക്കിൽ നിന്ന് വായിച്ച് മനസ്സിലാവും, പക്ഷെ ഓതറോട് കൂടെ തന്നെ നമ്മൾ കൺവേഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ ഫോർ മീ. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പൊ എൻ്റെ ഇൻസൈറ്റ്സ് ബൈ ഓഫ് മാസ്റ്ററി ലേണിംഗ് ബൈ തോമസ് ആർ ഗസ്കി, പ്രൊഫസർ തോമസ് ആർ ഗസ്കി. അപ്പൊ അത് വായിച്ചു മനസ്സിലാക്കി, എന്നിട്ട് പ്രൊഫസറുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കി എന്നിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ എടുത്തത് ഇഫക്റ്റീവ്നെസ് ഓഫ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഒരു പാർട്ട് ഓഫ് മാസ്റ്ററി ലേണിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. ആ കറക്റ്റീവ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറയുകയാണ്, കുട്ടികൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം നമ്മൾ ക്ലാസ്സിൽ. ചിലപ്പോൾ ഓൾ സ്റ്റുഡൻസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി സേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആ സെയിം കോൺസെപ്റ്റ് വേറെ വിധത്തിൽ മനസ്സിലാക്കിപ്പിക്കണം.
അതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് ഓഫ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ, ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഐ എം എ ഫിസിക്സ് ടീച്ചർ ബേസിക്കലി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോൺസെപ്റ്റ്, മിക്ക കോൺസെപ്റ്റ്സും ആബ്സ്ട്രാക്ട് ആണ്. ചില കുട്ടികൾക്ക് അത് എത്തിയെന്ന് വരില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു മെത്തേഡ് വെച്ച് പഠിപ്പിക്കും. എവറി ടീച്ചർ ഹാസ് എ സർട്ടൻ സ്ട്രാറ്റജി ഫോർ ഈച്ച് ടോപ്പിക് അല്ലേ. അപ്പോൾ ആ ഒരു ടോപ്പിക് വെച്ചിട്ട് ഒരു കുട്ടിക്ക് കുറച്ച് കുട്ടികൾക്ക് മനസ്സിലായില്ല വെച്ചോളൂ. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ ആ സെയിം മെത്തേഡ് ഉപയോഗിക്കാതെ വേറൊരു അപ്രോച്ച് എടുത്തിട്ട് ആ സെയിം ടോപ്പിക്ക് പഠിപ്പിക്കുക. And നമ്മുടെ learning outcome will remain the same. Learning outcome is the same. Objective is the same. See, for every unit there is an objective. So our objective same ആണ്. Intended outcome same ആണ്. Okay, but in between how we transact. അതൊരു learning strategy വെച്ചിട്ടാണ്. Yeah. How we teach them. So that mode of delivery varies from സ്റ്റുഡൻറ് ടു സ്റ്റുഡൻറ്. ബട്ട് നമുക്ക് അങ്ങനെ നമ്മളൊരു ക്ലാസ് റൂം, ഒരു 40 minutes ക്ലാസ് റൂം ആണ്. അതിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ്, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം. പക്ഷെ നമ്മൾ ഓരോ കുട്ടികൾക്കും ഓരോ മെത്തേഡായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കബിൾ അല്ലേ. അപ്പോൾ അത് കാരണം നമ്മളൊരു കോമൺ മെത്തേഡ് എടുക്കും. എന്നിട്ട് വാട്ട് ഇസ് എൻഡ് ഓഫ് എവറി യൂണിറ്റ് നമ്മളൊരു ഫോർമേറ്റീവ് അസസ്മെന്റ് എടുക്കും. ആൻഡ് ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ആ അസസ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കും എത്ര കുട്ടികൾക്ക് അത് മനസ്സിലായി, ആ കോൺസെപ്റ്റ് അറ്റൈൻ ആയി, മാസ്റ്ററി ആയി. അതാണ് ഈ വേർഡ് മാസ്റ്ററി ലേണിംഗ്. ഓക്കെ, അപ്പോൾ എത്ര കുട്ടികൾക്ക് അത് മാസ്റ്ററി ഓഫ് ദ കോൺസെപ്റ്റ് ആയി, ചില കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ല. സോ വി ബേസിക്കലി ഡിപ്പെൻഡ് ഓൺ ദ ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഇറ്റ്സ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ്, 2 types of assessments are there. ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് ഒരു ഷോർട്ട് അസസ്മെന്റ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നമ്മളൊരു ചാപ്റ്റർ മൊത്തം എടുക്കുക, 2 ചാപ്റ്റർ. നമ്മൾ ഇപ്പൊ നമുക്ക് ഓണത്തിന് പരീക്ഷ വരുന്നത് ഹാഫ് ഇയർലി, അതൊക്കെ സമ്മേറ്റീവ് അസസ്മെന്റ്. Summative. End of a term. Annual exam. Kind of a summary. Yeah, the larger picture. That is summative assessment. Formative assessment, the short exams or tests. We call it basically tests. അതാണ് formative assessment. So അപ്പോൾ ഞാനൊരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞു. ചാപ്റ്റർ ഇസ് ബ്രോക്കൺ അപ്പ് ഇൻടു 4 units ഫോർ എക്സാമ്പിൾ. ഒരു യൂണിറ്റ് കഴിഞ്ഞു, അതിന്റെ ഫോർമേറ്റീവ് എടുത്തു. ആൻഡ് ഐ കുഡ് സീ ദാറ്റ് അറൌണ്ട് 80% of the students have attained the concept. Okay, expected level etti to move on to the next concept. But there is a 20% students who did not attain. So what is the role of a teacher? Teacher cannot move on. Karanam nammal science basically eduthaal it is each topic is interlinked. Okay, idu manasilayalle matthed manasilavullu. Appo nammal ee 20% how do we cater to this 20%? They also need to face success. They also need to have the success. They also need to understand. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിലാണ് നമ്മൾ ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ വാട്ട് വി ഡു ഇസ്, ഇപ്പോൾ ഈ ടോപ്പിക്ക് പഠിപ്പിച്ച മെത്തേഡിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എടുക്കണം. ഈ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എടുക്കാൻ ദർ ആർ സം ഗൈഡ് ലൈൻസ്. നമുക്ക് കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദർ ആർ 4 types of learning styles. അതിനെ വാർക്ക് എന്ന് പറയും നമ്മൾ. വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ് പറഞ്ഞാൽ ഓഡിയോ, പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ചിലർ എഴുതി പഠിക്കും അത്. പിന്നെ കെനസ്തെറ്റിക് പറഞ്ഞാൽ ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത്. അപ്പോൾ ഇഫ് യു നോ ദ നേച്ചർ ഓഫ് ഇത്, നമുക്ക് ആക്ച്വലി ദിസ് നമ്മൾ ദുബായിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബിഗിനിങ് ഓഫ് ദ അക്കാഡമിക് ഇയർ ഈ ടെസ്റ്റ് എടുക്കും. സോ വി നോ ദ ലേണിംഗ് സ്റ്റൈൽ ഓഫ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റ് ഓഫ് ദ ക്ലാസ്. അപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് ടൂൾ ഉണ്ട്. വാർക്കിന് ഒരു ടൂൾ ഉണ്ട്. It's available in the internet. Available ആണ്. അപ്പോൾ വിഷ്വൽ, ഓഡിറ്ററി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് കിനസ്തെറ്റിക്സ്. സോ വിഷ്വൽ ലേണേഴ്സ് ഒന്ന് കണ്ടു പഠിക്കും, മറ്റേവര് കേട്ട് പഠിക്കും. ചിലർക്ക് ടീച്ചർ ഇതൊന്ന് കേട്ടാൽ മതി, പിന്നെ ചിലര് എഴുതി പഠിക്കാം. അങ്ങനെ ഓക്കെ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സെൽഫായിട്ട് പഠിക്കാൻ പറ്റും അവർക്ക്. വായിച്ച് അവർ എഴുതി പഠിച്ചു. ചിലർക്ക് ചെയ്ത് പഠിക്കണം, ഹാൻഡ്സ് ഓൺ. ഐ തിങ്ക് യു ആർ എ കിനസ്തെറ്റിക് ലേണർ. Yes, that's an experiential learning. അപ്പോൾ ചിലർക്ക് അങ്ങനെ ചെയ്ത് പഠിച്ചാലേ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അതർവൈസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ന്യൂആൻസസ് ഓഫ് ഇറ്റ്, യു നോ. സോ അത് നമുക്ക് ഓൾറെഡി നമ്മൾ അത് ഉള്ളതാണ്. That means that is the normal mode of training of a teacher. എല്ലാ ടീച്ചേഴ്സിനും ബിഎഡിലൊക്കെ പഠിപ്പിക്കുമോ? ബിഎഡിൽ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല. ബിഎഡിൽ നമ്മൾ അങ്ങനെ നമ്മൾ ലേണിംഗ് സ്റ്റൈൽസ് പഠിക്കുന്നുണ്ടെങ്കിലും ഈ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് എ വാക്ക് ടെസ്റ്റ് നമ്മൾ when I did BEd many years back I have not done that. പക്ഷെ ഇതൊക്കെ പുതിയ കാര്യങ്ങൾ വരികയാണല്ലോ, ഇവോൾവ് ചെയ്യുകയാണല്ലോ. അപ്പൊ അത് നമ്മൾ ബിഗിനിങ് VARK all capital.
സോ ഇഫ് യു കണ്ടക്ട് ദാറ്റ്, നമ്മളിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും വാക്ക് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഇത് കിട്ടും നമുക്ക്, സീരീസ് ഓഫ് ടെസ്റ്റ് ഫോമാറ്റ്സ് കിട്ടും. അപ്പോൾ അത് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് അതിനൊരു സ്കോറിംഗ് ഉണ്ട്. ആ സ്കോറിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ ഏത് കാറ്റഗറി പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻസ് വിൽ ബി പെർട്ടൈനിങ് ടു ദാറ്റ്. ഓക്കെ. യാ. അപ്പോൾ അത് ആ ഒരു ടെസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ല, വിൽ ഇറ്റ് ചേഞ്ച്, ക്യാൻ വൺ ചേഞ്ച് ഇറ്റ്സ് ലേണിംഗ് സ്റ്റൈൽ ഓർ ഫോർ ലൈഫ്? നോ, സി ബേസിക്കലി സ്മോൾ കിഡ്സിന് അത് ചേഞ്ച് ആവും. ബട്ട് നമ്മളൊരു ടീനേജർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ദ സെയിം. യാ. ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അവരെ സ്റ്റൈല് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഏജിൽ നിന്ന് ഈ ടെസ്റ്റ് യൂസ് ചെയ്യാം, ഈ ടൂൾ യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ഫ്രം മിഡിൽ സ്കൂൾ. ആക്ച്വലി ഐ പ്രിഫർ മിഡിൽ സ്കൂൾ. യാ, 5th സ്റ്റാൻഡേർഡ് മുതൽ നമുക്കത് തുടങ്ങാം. 1 to 4 പ്രാക്ടീസ് അത്ര ഇതല്ലേ, നമ്മള് ഫോർമേറ്റീവ് ഇയേഴ്സ് ആണല്ലോ. അതുകൊണ്ട് 5th ഗ്രേഡ് മുതൽ നമുക്കിത് തുടങ്ങാമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടി, ദ ഡേറ്റ ഈസ് വിത്ത് അസ്. സോ വെൻ വി ഹാവ് ടു അപ്രോച്ച് ദ സ്റ്റുഡൻറ് വിത്ത് എൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, നമുക്ക് ഈ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു കോമൺ മെത്തേഡ് ആണല്ലോ ഫോർ ദ എൻറ്റയർ ക്ലാസ്. അപ്പൊ ഇത് ആ 20% ഐ ടോൾഡ് യു, ആ കുട്ടികൾക്ക് നമുക്ക് ഈ വാക്ക് സ്റ്റൈൽ അവരെ നോക്കിയിട്ട്, ലേണിംഗ് സ്റ്റൈൽ നോക്കിയിട്ട് ആ വേയിൽ നമുക്ക് കുട്ടിക്ക് ഇത് ഈ സെയിം ടോപ്പിക് ക്യാൻ ബി ടോട്ട്. Then what happens, the next step is again do a formative assessment. Yeah. So we know from the first mark and the second mark whether the child has attained mastery of concept ആയോ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ കേരളത്തിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്ക് അത്ര അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ഇപ്പൊ കുറെ പുതിയ ടൂൾസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ടീച്ചേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ സ്റ്റഡി ഞാൻ അങ്ങനെ ബേസ് ചെയ്യാൻ കാരണം. മൈ തീസിസ് ബേസ്ഡ് ഓൺ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ്, ബിക്കോസ് എവറി സ്റ്റുഡന്റ് നീഡ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് ദ പ്രീവിയസ് കോൺസെപ്റ്റ്. ഇറ്റ്സ് നോട്ട് റോട്ട് ലേണിംഗ് എനിമോർ. അതല്ല നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് ഈ ന്യൂ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ അറിയണമെങ്കിൽ അവർക്ക് അവരുടെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് ഉണ്ടാവണം, മനസ്സിലാവണം. അല്ലാതെ കുറച്ച് ബൈഹാർട്ട് പഠിച്ച് എക്സാമിന് അത് എഴുതി പിന്നെ അതൊക്കെ മറന്ന് ഇത് മറ്റേത് നമ്മൾ പെർമനന്റ് മെമ്മറിയാണ് നമ്മളിപ്പോ കുട്ടികൾക്ക് കൊടുക്കാൻ. So is it only pertaining to just science or എല്ലാ it can be language? any subject. എല്ലാ സബ്ജക്റ്റിലും പറ്റും, ഡിപ്പെൻഡിങ് upon the complexity of the topic. Some topics don't need corrective instruction at all. ആവശ്യമില്ല, ചില സിമ്പിൾ ടോപ്പിക്. ബട്ട് ആസ് ദ കോംപ്ലെക്സിറ്റി ഓഫ് ദ ടോപ്പിക് ഇൻക്രീസസ്, ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡന്റ് വേരീസ്. അങ്ങനെ മാറുമ്പോൾ നമുക്ക് കുട്ടികളെ മറ്റ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് പ്രീവിയസ് നോളേജ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് അത് അറ്റൈൻ ആയോ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. Initially this is time consuming. Hello, even though if we get to know that learning style of a student, how different can the delivery can be in practical sense when we take classes or something? How can we change the mode of delivery when it's in a huge, it's a well establishment aana? There are many students, so 2 out of them may be kinesthetic. How different can we do? എങ്ങനെയാണ് ഡെലിവറി? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇനീഷ്യലി വെൻ യു സ്റ്റാർട്ട് ഓഫ് ദിസ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ക്ലാസ് റൂം, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ബിക്കോസ് ഒരു ടോപ്പിക് നമ്മളൊരു 40 minutes ടോപ്പിക്, ആ 40 minutesോട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു 2-3 സ്റ്റുഡൻസ് ഇങ്ങനെ അറ്റൈൻ ചെയ്യുക, മാസ്റ്ററി ഓഫ് കോൺസെപ്റ്റ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് അവർ ഔട്ട്ലുക്ക് ഇസ് ടു ഹെൽപ്പ് ദം, അല്ലേ? അപ്പോൾ ആ കോൺസെപ്റ്റ് കുട്ടികളെ മനസ്സിലാക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പ് ഐഡിയലിരിക്കാൻ പാടില്ല, ഐഡിയലായിട്ട്. സോ വി ഗീവ് ദം എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ്. അവർക്ക് കുട്ടികൾക്ക് അറ്റൈൻ ചെയ്ത കുട്ടികൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായ കുട്ടികൾക്ക് നമ്മൾ അവർക്ക് ഒന്നും കൂടെ അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ നമ്മൾ അഡീഷണൽ റിസോഴ്സസ് കൊടുക്കും. ഓക്കെ, ആൻഡ് അറ്റ് ദാറ്റ് ടൈം വി ഡു എ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. ഇറ്റ് ക്യാൻ ബി പിയർ ട്യൂട്ടറിങ്. ചിലപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ ഏജ് ഗ്രൂപ്പ് കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ മേ ബി ദ ചൈൽഡ് ഇസ് ഇൻ ദിയർ ഓൺ ലാംഗ്വേജ്. Or it can be some simulation, as you told, kinesthetic. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് കാണിക്കാനോ ചെയ്യാൻ പറ്റും. Now so many simulations are available. അപ്പോൾ ആ ഒരു സിമുലേഷൻ വഴി നമുക്ക് ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും. In the same classroom, this is possible. പക്ഷേ the teacher has to plan well. ടീച്ചർ നല്ല റിസോഴ്സ്ഫുൾ ആയിരിക്കണം. മറ്റുള്ള കുട്ടികൾക്ക്, ബാക്കി ആ അറ്റൈൻമെന്റ് ചെയ്ത കുട്ടികൾക്ക് എന്താണോ നമ്മൾ എക്സ്ട്രാ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പോകണം അത് നമ്മൾ റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. ബിക്കോസ് ഈച്ച് ടൈം ഓഫ് ഈച്ച് മിനിറ്റ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇത് വൺസ് യു പ്രാക്ടീസ് ദിസ് ബിക്കംസ് എ റൂട്ടീൻ.
And also knowing the learning style of students, we also get enough, we'll bring enough resources to help them. Okay, ഈ കുട്ടി നമുക്കറിയാം ഈ ടോപ്പിക് ഈ കുട്ടി ഇന്ന വിധത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. So we are also prepared to face the challenges along with the student. ഇതിലിപ്പോ ടീച്ചറിനാണ് കുറച്ച് കൂടുതൽ അപ്സ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് മീൻസ് ദ മോഡ് ഓഫ് ഡെലിവറി ഓർ ഹൗ ദാറ്റ് പേഴ്സൺ വിൽ ടീച്ച് എന്നുള്ളതിൽ ഒരുപാട് അപ്സ്കില്ലിംഗ് ആവശ്യം വരും. ദിസ് ഹാസ് ടു ബി കാറ്റേർഡ് എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ ഇതിന്ന് മനസ്സിലാവുന്നത്. So is there any methods or is there any courses or is there any how do a teacher learn this, how to teach in this mode? Okay, ഒരു ടീച്ചർ ഇപ്പോൾ ഒരു കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ക്ലാസ് റൂമിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടീച്ചർ വിൽ ഹാവ് വേസ് ഔട്ട് ടു ഡു ദാറ്റ്. കാരണം നമുക്ക് കുട്ടിയുടെ സ്റ്റൈൽ അറിയാം. Okay, so for me, you are my student now. I know you are a kinesthetic learner. So I had a method which was a general method which was not kinesthetic. There may be teacher lecture method or whatever. Now I know these two students need a little more help in this concept. But teacher will definitely look for resources which are catering to those two children. അപ്പോൾ ടീച്ചർക്ക് കുറച്ചും കൂടെ ഒരു പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ടീച്ചർക്ക് ആവശ്യമുണ്ട്. പിന്നെ now because everything is so much developed, everything is available in one click. All so many AI tools, so many tools are there which can be appropriately used. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് it's once or twice we need to do a little more of extra work, upskill. അത് കഴിഞ്ഞാൽ ബാക്കി we are tuned to use those methods. Okay. അപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞ ആ കോൺവെർസേഷനിൽ പറഞ്ഞത് ഫൈനലി ഇറ്റ് ഓൾ റീച്ചസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞത്. അതെ. സോ ഇപ്പോൾ കേട്ട് പഠിക്കുന്ന ആള്, ഇപ്പോൾ ഞാൻ ചില ഫ്രണ്ട്സോ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ പരീക്ഷയുടെ തലേ ദിവസം വേറെ സിബ്ലിങ്സിനെയോ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയും. ഇവർ നടന്നിങ്ങനെ കേൾക്കും. ജസ്റ്റ് റീഡ് ദ ലെസൺ. ദിസ് പേഴ്സൺ വിൽ എക്സാം എഴുതുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഓഡിറ്ററി ലേണർ. അതൊരു എനിക്കതൊക്കെ കൗതുകമാണ്. എനിക്കതൊന്നും അത് മനസ്സിലാവുന്നില്ല. ഈവൻ കെനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാലും ഹൗ ഫാർ സ്കൂൾ ക്യാൻ ആക്ച്വലി പുൾ ഓഫ് സച്ച് കൈൻഡ് ഓഫ് ലേണിംഗ് മെത്തേഡ്സ് എന്നുള്ളതാണ്. ആൻഡ് വിൽ ദ പാരൻസ് ബി ഓക്കെ വിത്ത് their child becoming a different learner എന്നുള്ളതൊരു വലിയൊരു സൈക്കോളജിക്കൽ ബാരിയർ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ബിക്കോസ് സംബഡി ഈസ് ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ദേ ആർ ഔട്ട് ഓഫ് ദാറ്റ് ബിഗ് പിക്ചർ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. പാരന്റ്സ് വിൽ ട്രൈ ടു മേക്ക് ദം ഫിറ്റ് ഇൻ ടു ദാറ്റ് ജനറൽ തിങ്. അപ്പൊ ആ ഹേർഡില് എത്രത്തോളം a parent will be ready to accept that this person is a different learner. എനിക്കിപ്പോ ആ കൂടെ ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു റെഫറൻസ് പറഞ്ഞാൽ താരേ സമീൻ എന്ന് പറഞ്ഞ മൂവിയാണ്. That has opened up a huge എന്താ പറയാ ഒരു വലിയ കുറെ പേർക്ക് അത് ഒരു ഐ ഓപ്പണർ ആണ്. ആൻഡ് people started talking about all those things. അങ്ങനെ കാരണം അതില് that person identifies that particular slight problem. The parents were the people who couldn't accept it. അതൊരു അസുഖമാണ് എന്നുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്നുള്ള സംഭവം. ഇതിപ്പോ അങ്ങനെ ഒരു അവസ്ഥ പോലും ആവണമെന്നില്ല. ഇറ്റ്സ് പ്യൂർലി നാച്ചുറലി സം പേഴ്സൺ ലേൺ ഇറ്റ് ഡിഫറെന്റ് വേ. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, as somebody who has seen enough a number of students over the years, എല്ലാ കുട്ടികളും ബേസിക്കലി ഒരു ലേണർ അല്ലേ? അതല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടാവോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമാണ്. ബിക്കോസ് അത് പാരന്റ്സ് അതാണ് അക്യൂസ് ചെയ്യുന്നത്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് പഠിക്കാൻ അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രീതിയിൽ മനസ്സിലാക്കിയ രീതിയിൽ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടിക്ക് ചിലപ്പോൾ അത് പറയാൻ അറിയുണ്ടാവില്ല. There are very different methods to do that. അപ്പോൾ how can we make a child comfortable to be comfortable with this learning style എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ഏജിൽ തുടങ്ങണം, എപ്പോ അത് കണ്ടുപിടിക്കണം എന്നുള്ളതിനെ കുറിച്ച് ടീച്ചറിന് എന്താണ് തോന്നുന്നത്?
നമ്മൾ ഈ താരെ സമീൻ പർ ഉള്ള മൂവിയും ഈ ലേണിംഗ് കോൺസെപ്റ്റും ടോട്ടലി ഡിഫറെന്റ് ആണ്. അതൊരു കുട്ടിക്ക് ഒരു ഡിഫക്റ്റ് ആയിരുന്നു, ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിരുന്നു. ഇതല്ല, ഇത് എല്ലാ കുട്ടികളും അവരുടെ ഒരു പ്രത്യേക ഇന്നേറ്റ് ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. അതാണ്, ദിസ് ഇസ് നോട്ട് എനി ഡിഫക്റ്റ് ഓർ എനിത്തിങ്. ഇറ്റ് ഈസ് ഓൺലി തിങ് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ചൈൽഡ് മോർ, വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റുഡന്റ് മോർ. അതൊരു ഡിഫക്റ്റ് അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് ഫോർ ദ ടീച്ചർ, ഫോർ ദ പേരന്റ് ഓൾസോ. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വിധത്തിൽ പറഞ്ഞു കൊടുത്താലാണ് ആ കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. അതാണ് ഈ ലേണിംഗ് സ്റ്റൈൽ പറഞ്ഞാൽ. അതാണ് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതൊരു വേറെ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ല. ഇറ്റ് ഈസ് ഓൺലി എ ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് what best way the child will understand the concept, especially complex concepts. Simple concepts everyone understands a natural way, but complex concepts ആ കുട്ടിക്ക് കൂടുതലും എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ this starts at an early age, you know, but നമ്മൾ കൂടുതലും നമ്മൾ മിഡിൽ സ്കൂൾ മുതലാണ് നമ്മൾ ഇതിനെ കേറ്റർ ചെയ്യണത്. ബട്ട് ഐ ഫീൽ സ്മോൾ ഒരു സെക്കൻഡ് തേർഡ് ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കുട്ടിയുടെ സ്റ്റൈല് മനസ്സിലാക്കാൻ പറ്റും. ടീച്ചർ അത്രയും കുട്ടികളായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ വി ക്യാൻ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഈ കുട്ടിക്ക് കൂടുതലും ചെയ്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കുട്ടിക്ക് കേട്ട് പഠിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ട് കുട്ടി ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്നു. പിന്നെ നിതിൻ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ, കുട്ടിയുടെ എവറി സ്റ്റുഡൻറ് ഈസ് എ ലേണർ, isn't it? കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും കുട്ടി എങ്ങനെ അത് എടുക്കണമെന്നുള്ളത്. സി സം സ്റ്റുഡൻസ് ഹാവ് ലൈക്കിംഗ് ടുവേർഡ്സ് സയൻസ്, ചില കുട്ടികൾക്ക് അതില്ല. അപ്പോൾ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡാണത്. കുട്ടിക്ക് സയൻസ് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളത് ആ കുട്ടിക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിലും നമ്മൾ ടു സർട്ടൻ ലെവൽ വി നീഡ് ടു ഗ്രോ ദാറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ദ ചൈൽഡ് ത്രൂ ദീസ് മെത്തേഡ്സ്. അപ്പോൾ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് ആ വിധത്തിൽ നമുക്ക് ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും പഠിപ്പിച്ചു കൊടുത്താൽ. ഇൻക്രീസ് ദ ക്യൂരിയോസിറ്റി, അറിയോ, ഇൻക്രീസ് ദ ക്യൂരിയോസിറ്റി ഓഫ് ദ ചൈൽഡ്, ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്. എപ്പോഴാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ആ കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് എങ്ങനെ അറിയുക നമ്മൾ ആപ്റ്റിറ്റ്യൂഡ്? അതിനും ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി അത് നമ്മൾ ലോവർ ക്ലാസ്സിൽ അത്ര നമ്മൾ ചെയ്യാറില്ല. ബട്ട് 11th and 12th വി കണ്ടക്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് കുട്ടി വി സ്റ്റാർട്ട് ഇൻഫാക്ട് ഹൈസ്കൂളിൽ ഓൾസോ. കാരണം 11 and 12 സ്ട്രീം സെലക്ഷൻ നമ്മളൊരു ഹെൽപ്പ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. എങ്ങനെയാണ്, 8th, 9th, 10th ഹൈസ്കൂൾ സ്റ്റുഡൻസിന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കും. അപ്പോൾ അവരുടെ നമുക്ക് അതിന്ന് ടെസ്റ്റ് സ്കോറിന്ന് നമുക്ക് ടെസ്റ്റ് സ്കോർ ആൻഡ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെസ്റ്റ് സ്കോർ വിൽ ഗിവ് എൻ അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് ഏതിനോടാണ് ഇൻക്ലിനേഷൻ. ഇസ് ഇറ്റ് ടുവേർഡ്സ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഫീൽഡാണോ, അല്ലെങ്കിൽ ബയോളജിക്കൽ ആണോ, അല്ലെങ്കിൽ കുട്ടിക്ക് കോമേഴ്സ് റിലേറ്റഡ് ആണോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആർ there. Standardized test tools in order to find the aptitude of the child. അത് ക്ലിയർ ആണ്. മിക്ക കുട്ടികളും സിൻസിയർ ആയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദ ചൈൽഡ്സ് ആപ്റ്റിറ്റ്യൂഡ്. നല്ല ഓർഗനൈസേഷൻസ് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലേണിംഗ് സ്റ്റേജിൽ ഇപ്പോൾ മൈ സൺ ഈസ് 8 years old, അവനിപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവന്റെ ലേണിംഗ് സ്റ്റൈൽ ഞാൻ എങ്ങനെയാണ് പിക്ക് ചെയ്യുക? ഹൗ ഡു ഐ അണ്ടർസ്റ്റാൻഡ്? യു കണ്ടക്ട് ദ ടെസ്റ്റ് ഫോർ ഹിം. ഇറ്റ്സ് എ ഫ്രീ ടെസ്റ്റ് അവൈലബിൾ. ആ ക്വസ്റ്റ്യനെയർ പ്രിന്റ് എടുത്തിട്ട് കുട്ടിയെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കൂ, അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എടുപ്പിക്കൂ. അതിന്ന് ആ സ്കോറിന്റെ ഇന്റർപ്രിട്ടേഷനും അതിലുണ്ട്. അപ്പോ ജഗൻ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. സോ ജഗൻ അത് എങ്ങനെ ആൻസർ ചെയ്യണോ, ജഗന്റെ സ്കോർ നോക്കിയിട്ട് യു ആസ് എ പേരന്റ് യു ക്യാൻ ഇന്റർപ്രറ്റ് വാട്ട് കൈൻഡ്. Naturally, as a parent, you would have noticed in the type of learner aana, when he pays attention, when he is more interested, you would have already noticed it. You can enhance that through this test. You can make sure that what you identified is same through this correct test. or not. Yeah. And maybe if it's not correct, കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇപ്പോൾ 8 വയസ്സല്ലേ ആയുള്ളൂ, അത് കുറച്ചും കൂടെ ആയിട്ടുണ്ടാവില്ല. കുറച്ചും കൂടെ മെച്യൂർ ആവുമ്പോൾ അത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ബട്ട് നാച്ചുറലി ഒരു കുട്ടിക്ക് അത് ഓൾമോസ്റ്റ് റിമെയിൻ ചെയ്യും. അല്ല, അപ്പോൾ അത് ലേണിംഗ് എന്നുള്ള ദാറ്റ് മീൻസ് ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സെഗ്മെന്റിൽ മാത്രമാണോ, ജനറലി ഇൻ ലൈഫ് ഓൾസോ ഡസ് ദിസ് വർക്ക്? ഈ പറയുന്ന സാധനം പഠിക്കാനിരിക്കുമ്പോഴാണോ? അല്ല, നമ്മുടെ എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഈസ് പാർട്ട് ഓഫ് എ ലൈഫ്. സോ ഇറ്റ്സ് എ ലൈഫ്, എഡ്യൂക്കേഷൻ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഫ്രം ദ വൂം ടു ദ ടൂം എന്നാണ് നമ്മൾ പറയുക എഡ്യൂക്കേഷൻ, അല്ലേ? അപ്പം മുതൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾ ദാറ്റ് ഹി ഗെയിൻ ഡ്യൂറിങ് ഇറ്റ് സ്കൂളിംഗ് ഓർ കോളേജ് ഡേയ്സ് ഈസ് practically made into experiential learning in his life also.
getting a person into employment, when we hire somebody, ആ ആൾക്ക് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് എന്നറിയാനും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വേണമല്ലോ. ഇപ്പൊ ഒരാൾ പണിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റ്, ഒരാള് ദാറ്റ് മീൻസ് ദാറ്റ് ആ ഓഫീസിന് വേണ്ട രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഒരു ജോബ് ചെയ്യാനുള്ള രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും ആ ഇൻസ്ട്രക്ഷന്റെ പ്രശ്നമായിരിക്കാം എന്നുള്ളതായിരിക്കുമല്ലോ. കാരണം എന്റെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. ദാറ്റ് മീൻസ് അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോ നമ്മൾ പറഞ്ഞതിന്റെ പ്രശ്നമായിരിക്കാം, നമുക്ക് അല്ലെങ്കിൽ അത് പറയാൻ അറിയില്ല, അവരുടെ ലാംഗ്വേജിൽ അത് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കി തരേണ്ടത് എന്നുള്ളത് അറിയില്ല. ഫോർ ദാറ്റ് വെരി സെയിം റീസൺ ദേ ആർ ഡൂയിങ് എ ബാഡ് ജോബ് എന്നുള്ളൊരു ഇതും അവിടെ ഒരു ജഡ്ജ്മെന്റും വരും. ആൻഡ് ദാറ്റ് വിൽ എഫക്ട് ദെയർ കരിയർ ഓൾസോ. അപ്പൊ ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് എവറിബഡീസ് ലേണിംഗ് സ്റ്റൈൽ, നോട്ട് ജസ്റ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ മറ്റേ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കത് എന്താണ്, ആൾക്ക് എങ്ങനെയാണ് അത് വന്ന് പതിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ, ആ ഒരു സംഭവം. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ യുവർ PhD was basically about which part of this? Effectiveness of corrective instruction strategy in the achievement and interest in science. Science. Yeah, I focused in science because me being a science teacher, I focused in science. But my extension of my study, the suggested researches on every other subject. And I did in CBSE curriculum. I have suggested for ICSE and all the curricula we can do this. Okay. Yeah. അപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു you actually experimented. I did this in my classes. That in classes nallathu. And very successful. Very, the success rate was so good that I was also surprised. You know, because I had some inhibitions. The workout aavo ille. But initially it was time consuming. But we should have the patience. എന്നിട്ട് ആ ഹോൾ ഗ്രൂപ്പിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. 80-20, 80-15, അങ്ങനെ 85-15 അങ്ങനെ കുറച്ച് ഹോൾ ഗ്രൂപ്പിനെ നമുക്ക് ഒന്നാക്കി. അപ്പൊ സോ ദ ടീച്ചർ ആക്ച്വലി ചേഞ്ചസ് ദ പ്ലാൻ ടു കേറ്റർ ടു ഓൾ ദിസ്. നമുക്കൊരു കോമൺ മെത്തേഡ് ഉണ്ട് ഓരോ ടോപ്പിക്കും പഠിപ്പിക്കാൻ. അപ്പൊ അതിനെ തന്നെ നമുക്കൊരു വ്യത്യാസം വരുത്താൻ ടീച്ചർക്കും ഒരു സ്കില്ല് ഇംപ്രൂവ് ആയി എന്നുള്ളതാണ്. We did little of homework was needed, of course, but then it was so successful that I was surprised. Students were so happy because we are giving them a second chance to succeed like every other student. Everyone should be given an opportunity. അതാണ് എൻ്റെ സജഷൻ. ഇപ്പൊ നമ്മളിപ്പോ 10 കുട്ടികൾക്ക് മനസ്സിലായി, ബാക്കി 2 കുട്ടികൾക്ക് മനസ്സിലായില്ല വെച്ചാൽ ദാറ്റ് ഈസ് സംതിങ് which is not good. അപ്പോൾ ഓരോ കുട്ടിക്കും അത് മനസ്സിലാക്കി, whether the child is going to take science in the future years, that's not the matter. He would have also realized. അപ്പൊ പഠിക്കുമ്പോൾ that current year child should face success and move on. And definitely the lot of students improved their interest in science. That was one of the biggest achievement which I can say. I think മാത്സിലൊക്കെ ധാരാളം പറ്റും, ചെയ്യാൻ പറ്റുന്ന ധാരാളം പറ്റും, എല്ലാ സബ്ജക്റ്റിലും പറ്റും. എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് മാത്സുമായിട്ട് പറഞ്ഞാൽ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എന്റെ തലേന്ന് പോകും. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഈ ബേസിക് കണക്കൊക്കെ ഓക്കെ, പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷനൊക്കെ ഓക്കെ, അത് അതിന് അരിത്മെറ്റിക് എന്നാ പറയുക ഓക്കെ. അതുപോലെ ഈ ജോമെട്രി, ട്രിഗ്നോമെട്രി, അത് ആ സാധനം അതൊക്കെ പോയിട്ട് ഇന്ത്യൻ എന്താ സെറ്റ്സും എന്തൊക്കെയോ അല്ലെ, ഡിഫറൻസിയേഷൻ, കോറിലേഷൻ, അതൊക്കെ പോയി. അതൊക്കെ എന്റെ കണക്കില് ആരൊക്കെയോ വെറുതെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അവർക്കൊരു കൗതുകം തോന്നി, ഓക്കെ എന്നിങ്ങനെ ഒരു ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഡോസിൽ കിട്ടിയിട്ടില്ല, അതാണ് സംഭവം. അതങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പെർമനന്റ് മെമ്മറി. See, you can plan your future, what you like to take, that's up to you. പക്ഷേ പഠിക്കുന്നിടത്തോളം ആ സബ്ജക്ട്സ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാൻ ഇങ്ങനത്തെ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഇസ് വെരി യൂസ്ഫുൾ. അപ്പോൾ ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളൊരു വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുമ്പോൾ അതർവൈസ് ഇപ്പോഴത്തെ ഒരു മോഡില് ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലേ, അതോ ടീച്ചിങ്ങിന്റെ ഭാഗമാണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ്, ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ടീച്ചിങ്. പക്ഷെ നമ്മൾ അത് അതിന് അത്ര 100% അത് കൊടുക്കാറില്ല. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ടോപ്പിക് കഴിഞ്ഞ് എടുത്താല് എല്ലാ കുട്ടികൾക്കും 10 on 10 കിട്ടണമെന്നില്ല. There are students who are below 5. What do you do with them? Something must be done with them, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മള്
യു ആർ നോട്ട് കേറ്ററിങ് ടു ദോസ് സ്റ്റുഡൻസ് എന്ന് വരും. അപ്പോൾ ആ കുട്ടികളെയും കൂടെ നമ്മൾ ചേർത്ത് കൊണ്ടുപോകുന്ന ഈ സിസ്റ്റമാണ് കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി എന്നുള്ള സ്ട്രാറ്റജി, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് മാസ്റ്ററി ലേണിംഗ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും ദേ ബിക്കം മോർ എൻതൂസിയാസ്റ്റിക്, ദേ ബിക്കം പാർട്ട് ഓഫ് ദ സക്സസ് ഓഫ് അതർ സ്റ്റുഡൻസ് ഓൾസോ. ഞാൻ പറഞ്ഞു പിയർ ട്യൂട്ടറിംഗ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിതിന് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അത് നിതിന് മനസ്സിലായിട്ടില്ല, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിതിന് മനസ്സിലായ കാര്യം എനിക്ക് പറഞ്ഞു തരുന്നു. സോ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് യു ആർ ഗെറ്റിംഗ്? യു ആർ ഇംപ്രൂവിംഗ് മോർ ഓൺ ഇറ്റ്, റൈറ്റ്? ഈ കുട്ടിക്കും മനസ്സിലായി. സോ മ്യൂച്വലി ബോത്ത് ഓഫ് ദം ആർ സക്സീഡിങ് ദർ. Actually, everyone likes to succeed, right? Everyone wants to taste success. അതല്ലേ നമ്മുടെ ഒരു ഔട്ട്ലുക്ക്? അതന്നെയല്ലേ നമ്മുടെ ഫീൽഡിൽ നമുക്ക് സക്സസ് ആവണം, നമുക്ക് എല്ലാവർക്കും താല്പര്യമില്ല. കാരണം അത് ആസ് എ ടീച്ചർ ഐ ഫീൽ ഇറ്റ്സ് our role to make them understand better if they don't understand. Understood and it's moving on, okay, well and good. There are certain topics which definitely require this giving a second chance to students to succeed. അത് എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നല്ലതായിരിക്കും. I have to tell you it's a time consuming. എനിക്ക് ഈ ടെക്നോളജി എന്ന് പറയുന്ന സാധനം ഞാൻ ഭയങ്കര അവേഴ്സ് ആയിരുന്നു. ബൈ ഡിഫോൾട്ട് ഐ എം അഗെയിൻസ്റ്റ് ഈ പറഞ്ഞ സാധനം. എനിക്കത് മനസ്സിലാവില്ല എന്നുള്ളത്. ലൈക്ക് ഗാഡ്ജറ്റ്സ് ഡോണ്ട് സ്റ്റേ വിത്ത് മീ, ഗാഡ്ജറ്റ്സ് ഡോണ്ട് വർക്ക് വെൻ ഇറ്റ് കംസ് ടു മീ എന്നുള്ളത് ഞാൻ സാദിഖിനോടൊക്കെ എപ്പോഴും പറയാറുള്ള വിഷയമാണ്. ഇത് എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് കേടുവരും എന്നുള്ളത് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് പിന്നെ അതിലെന്താ ഒന്നുമില്ല, 2-3 ക്ലിക്ക് അവിടെ എവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അതത്രേ വേണ്ടു. അതിലേക്ക് വെഞ്ചർ ചെയ്യാനുള്ള ഒരു ഇതില്ല നമ്മളെ ടെക്നോളജിയോട്. ഓക്കെ, അത് എനിക്ക് മനസ്സിലാവും. അത് അത് മുൻവിധി എങ്ങനെ വന്നെന്നുള്ളത്, എവിടെന്നാ വന്നെന്നുള്ളത് ഐ ഡോണ്ട് നോ. But generally when I became open to learning these things, automatically ഈ പറഞ്ഞ ചെറിയ സാധനങ്ങൾ വന്നു. ഇപ്പൊ ഈവൻ ഇപ്പൊ ഈ അറിയോന്റെ കാര്യങ്ങൾ തന്നെ, ആദ്യത്തെ വീഡിയോ എഡിറ്റിങ് എനിക്ക് അറിയില്ല സാധനം എന്നുള്ളത്. ലാസ്റ്റ് 3 ഞാൻ കുറെയൊക്കെ അതില് കുറച്ച് എഫക്ട്സും മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് ഇടാൻ അറിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ അങ്ങോട്ട് ബ്ലോക്കാണ്. ആ ബ്ലോക്ക് മാറ്റാനാണ് നമ്മൾ ഈ കറക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. That support system can be teacher giving one-to-one again individual instruction. It can be a peer. It can be some some tool, anything as per the plan done by the teacher. Now you have learned it yourself. ഒരു സെൽഫ് ലേണർ ആണ്. അപ്പോൾ ഒരു അവേർഷൻ ഉണ്ടായിരുന്നു. What did you do? You actually applied corrective instruction. ഒന്നും കൂടെ you want to succeed in that. Success is a mantra here. You want to succeed. So what did you do? You kept away your aversion. എന്നിട്ട് ട്രൈ ചെയ്തു. So you said to some extent you have done it. So did you taste success there? Yeah, that's it. അപ്പോൾ സ്കൂൾ ലൈഫിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.